നമ്മളെയും അതിലുപരി നമ്മളെ കാണുന്നവരെയും കൂടുതലായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. ഞാനും എന്റെ ടീനേജിൽ കൂടുതലായിട്ട് ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്. അതിന്റെ കാരണങ്ങൾ പലതാവാം. അതായത് ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കൗമാരപ്രായം, അതുപോലെ തന്നെ തൈറോയിഡ്, PCOD, നമ്മുടെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ചിലപ്പോൾ ഷുഗർ കൂടുതലുള്ള ഫുഡായിരിക്കാം, അതുപോലെ തന്നെ പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവരായിരിക്കാം. പിന്നെ സ്ട്രെസ്, മെയിനായിട്ട് എക്സാമിന്റെ സമയത്ത് നമുക്ക് സ്ട്രെസ് വരുമ്പോഴൊക്കെ നമുക്ക് പിമ്പിൾസ് വരുന്നതായിട്ട് കാണാം. പിന്നെ ഡാൻഡ്രഫ്, നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മൂലവും നമുക്ക് നെറ്റിയിലും ചീക്സിലൊക്കെ നമുക്ക് പിമ്പിൾസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉള്ളവരിലും നമുക്ക്, പിന്നെ പല പല ക്രീമുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നവരിലും നമുക്ക് പിമ്പിൾസ് കാണാവുന്നതാണ്. പുറമെ നമ്മൾ എന്ത് ക്രീം തേച്ചിട്ടും ഓയിന്റ്മെന്റുകൾ പല പല ഓയിന്റ്മെന്റ് മാറ്റി തേക്കുന്നവരിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് നമുക്ക് സ്കിന്നിന് പുറമെ നമുക്കൊരു ചേഞ്ച് കാണാന്നുണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു ക്ലൈമറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴോ ഇതൊക്കെ ട്രിഗർ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ വെറുതെ പുറമെ നമ്മളൊരു ഓയിന്റ്മെന്റോ ഒന്നും തേച്ചിട്ടൊന്നും നമുക്ക് വലിയൊരു വ്യത്യാസം കാണാൻ പറ്റില്ല. നമ്മൾ അതിന്റെ മൂല കാരണത്തെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ചികിത്സിക്കാനായിട്ട്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡയറ്റും ഫോളോ ചെയ്യണം. വിത്ത് എക്സസൈസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഈ മൂല കാരണത്തെ ട്രീറ്റ് ചെയ്ത് നമുക്കൊരു ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടും.